ഞാൻ തിരിച്ചെത്തും. അഡ്വക്കേറ്റ് ശ്രീത് പരമന, 2 ചോദ്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചും കൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊക്കെ ചോദിക്കാം എന്ന് കരുതുന്നു. കാരണം ഈ 7 വർഷത്തെ പോലെയല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറെ കൂടെയൊക്കെ ചിത്രം ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വ്യക്തമായ സമയമാണ്. അത് താങ്കൾ പറഞ്ഞ നേരത്തെയുള്ള ആ വാദം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒന്നുകിൽ ഈ കോമൺ നരേറ്റീവ്, ദിലീപ് പൾസർ സുനിക്ക് വേണ്ടി പണം മുടക്കുന്നു, വക്കീലിനെ സുപ്രീം കോടതിയിൽ വെക്കുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു, വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. അതാണ് ഈ കോമൺ നറേറ്റീവ്. അതാണ് ചോദിക്കുന്നത്. അതല്ല എങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദിലീപിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റൊരു കോക്കസ്, ഒരു പക്ഷേ ഈ പുറത്തു വരാത്ത പേരുകളുള്ള ഒരു കോക്കസ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നു. അവരാണ് ഇതിന് പിറകിൽ ചരട് വലിക്കുന്നത്, ഈ ചരട് വലിച്ചുകൊണ്ടേരുന്നത്. അതാണോ നിങ്ങളുടെ ആരോപണം? ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. രണ്ടും ഒരു ചോദ്യമാണ്, രണ്ടും കൂടെ ചേർത്ത് ഒരു ചോദ്യമാണ്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അപർണയോടൊരു വെല്ലുവിളിയും കൂടെ എനിക്കുണ്ട്. ഈ ലൈവായിട്ട് നാട്ടുകാർ കാണാറുണ്ടല്ലോ, അപ്പൊ അതിലൊരു വെല്ലുവിളിയും കൂടി ഉണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദിലീപാണ് ഇത് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ദിലീപ് ആയിരിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം അതുകൊണ്ടാവണല്ലോ. സമൂഹത്തിൽ 2 ഇതുമാണല്ലോ. ആദ്യത്തെ നരേറ്റീവ് അത് സൃഷ്ടിച്ചത് ആരാ? അതെന്താണ്? ദിലീപ് തന്നെയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. കേൾവിയില്ലാത്ത സംഗതിയാണ്. ഇപ്പോഴും ഈ ഫണ്ടിങ് ചെയ്യുന്നതുമെല്ലാം ദിലീപ് തന്നെയാണ് എന്നുള്ളത് ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് ഞാനത് അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഇത് കോടതികൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം, എത്ര തവണ ഹൈക്കോടതിയിലും വിചാരണ കോടതി ബയാസ്ഡ് ആണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അതായത് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ, CPM ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. അവരുടെ ഹസ്ബൻഡിനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കേസുകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്നാൽ പോലും പറയാം, അങ്ങനെ ഒരു കോൺസ്പിറസി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അവർ ബയാസ്ഡ് ആണ് എന്ന് തന്നെ അങ്ങ് ചിന്തിക്കുക. എങ്ങനെ ഹണി എം വർഗീസിനെ മാറ്റണം? എത്ര പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയിട്ട് ഈ അതിജീവിതയും മറ്റാളുകളും പറഞ്ഞു, ഇവർ ബയാസ്ഡ് ആണ്, അതിൽ വിശ്വാസമില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു, അതിജീവിത പൊട്ടിക്കരഞ്ഞു എന്നുള്ളത്. ഞാനും അപർണയും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളുടെ പാനലിൽ ഒരാളായി വന്ന അജകുമാർ സാറാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 19 ചർച്ച ഞാനും അജകുമാർ സാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ അജകുമാർ സാറിനെ ഉത്തരവിറങ്ങി കാണുന്നത് അജകുമാർ സാറാണ് അതിജീവിത പറഞ്ഞ വക്കീൽ എന്നുള്ളത്. അങ്ങനെ ഡെയിലി ഞാനും നിങ്ങളുടെയൊക്കെ ചാനലിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ എന്നെയും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, 10-13 വർഷമായി പണിയെടുക്കുന്നു. അപ്പോൾ എന്നെയും പറയുമല്ലോ. ഇതൊന്നും അല്ലല്ല, ഇങ്ങനെയൊക്കെയാണോ ഒരു ട്രയൽ നടക്കേണ്ടത്? എത്ര പീഡനങ്ങളോടെ ഉണ്ടായിട്ടുണ്ട്. മറുപടി പറയട്ടെ, അപ്പം അതിലേക്ക് ഞാൻ വരുവാ. ഒറ്റ മിനിറ്റ്. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്റെ ഒരേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഈ കോടതികൾ പൊളിച്ച് കപ്പ നടന്നെന്ന് പണ്ട് പറഞ്ഞ പോലെ തന്നെ കോടതികൾ പൊളിച്ച് കപ്പ നടന്ന സമയമില്ല. കാരണം എന്തറിയോ, ഈ അതിജീവിതയുടെയും അപർണയുടെയും ഈ മാധ്യമങ്ങളുടെയും ഈ നേരത്തെ പറഞ്ഞ ജോർജ് ജോസഫ് സാറിന്റെ ഒക്കെ ആശങ്കകൾ പരിഗണിക്കാതെ എന്ത് സ്ത്രീവിരുദ്ധമാണെന്നേ ഇവിടുത്തെ കോടതികൾ. ഹൈക്കോടതി എന്ത് സ്ത്രീവിരുദ്ധമാണെന്നേ. ഇനി ഹൈക്കോടതിയും പോട്ടെ, ഹൈക്കോടതി കുറച്ചും കൂടെ ബയാസ്ഡ് ആണെന്ന് ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വീണ്ടും അപർണയുടെയൊക്കെ ജോർജ് ജോസഫ് സാറിന്റെ ഒക്കെ കാര്യങ്ങളിൽ പറയാം. എന്നാൽ ഈ സുപ്രീം കോടതിക്ക് മനസ്സിലാവണ്ടേ? സുപ്രീം കോടതി പറയണ്ടേ എനിക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണം ശ്രീത്ത്. ഇല്ലെങ്കിൽ പിന്നെ ദിലീപ് എന്ന് പറയുന്ന നടൻ, നിർമ്മാതാവ് ഒക്കെ വലിയ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് മറ്റൊരു വിഭാഗം ചരട് വിളിച്ചു. അതായത് മലയാള സിനിമയിൽ പറയുന്ന പവർ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഉണ്ട്. എന്താ സംശയം പറഞ്ഞ? ഞാനും എന്താണ്, ഞാൻ നേരത്തെ ഞാനും ഇതിന്റെയൊക്കെ ഭാഗവാക്കായിട്ടുള്ള ഒരാളാണല്ലോ. എന്നെയൊക്കെ വട്ടത്തിലിട്ടിട്ടൊക്കെ നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ എനിക്കറിയാമെന്ന് അതിലുണ്ട്. അപ്പം ഞാൻ ഇപ്പോ അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ചു പേരാണ്, ഇല്ല ശ്രീത്തെ അത് സ്പെസിഫിക് ആയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് വിഭാഗമാണ് ഈ പറയുന്ന പൾസർ സുനിക്ക് അടക്കം വക്കീലിനെ അടക്കം റെഡിയാക്കി കൊടുത്ത് പണം കൊടുത്ത് ആ ചരട് വലിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമാണ്, അതാണോ പറയുന്നത്?
സംശയമുണ്ട് അപർണയ്ക്ക്, ഒരു കാര്യം ചെയ്യാം, പരസ്യമായിട്ട് ഇത് ലൈവാണോ അപർണ? ലൈവാണ്, പറഞ്ഞോളൂ ശ്രീത്, ലൈവാണ്. ലൈവാണെങ്കിൽ പരസ്യമായിട്ട് പറയാം. ഈ ഫോൺ കോൾ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് ജോർജ് ജോസഫാർ ഉണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. അദ്ദേഹം പല ചർച്ചകളിലും എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ദിലീപിന്റെ ബന്ധുവാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യം, ദിലീപ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജയശങ്കർ സാർ പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അപർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര്, സിനിമയിലുള്ള ആളുകളുടെ പേര്, പ്രമുഖരാണ്, വലിയ പ്രമുഖരാണ്, അതിന്റെ വലിയൊരു തെളിവ് ഞാൻ അപർണയ്ക്ക് കൈമാറാം. അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യുമോ? നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യാം ശ്രീത്ത്. സംപ്രേഷണം നിങ്ങൾ ആ തെളിവ് കൈമാറും, സംപ്രേഷണം ചെയ്യണം. പിന്നെ ശ്രീത് പണിക്കരുണ്ട്, പിന്നെ ജയശങ്കർ സാറുണ്ട്, പിന്നെ ഇപ്പൊ നേരത്തെ എന്താണ് ഇതില് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വിചാരണ ചെയ്ത് ഒരു അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഈ 7.5 വർഷം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെളിവ് എപ്പോഴേ പുറത്തു വരുമായിരുന്നു, ഇത് പുറത്തു വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴേ വരുമായിരുന്നു, വരേണ്ടതായിരുന്നില്ലേ? അത്രയും സ്വാധീനം ഒന്നും ദിലീപിനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് ഇല്ല എന്ന് കരുതണോ മാധ്യമങ്ങൾ? അപർണ തെളിവൊക്കെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദിലീപിന്റെ ജാമ്യം ദിലീപിന് എത്ര വർഷം മുമ്പാ ജാമ്യം കിട്ടിയേ? 80-90 ദിവസം കഴിഞ്ഞതിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടിയില്ലേ? പിന്നീട് 7.5 വർഷക്കാലം ഇവരല്ലേ ജയിലിൽ കിടക്കുന്നേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി? എന്താ ഇവർക്ക് മനസ്സിലാവാത്തത്? അതിനുശേഷം ഞാൻ പറയാം, എന്നിട്ടും ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന്? ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, എന്തായാലും വിചാരണയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഞങ്ങൾ വക്കീലന്മാര് പറയുന്ന ആ ഭാഗം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ പിന്നെന്താണ് എഡിറ്റർക്ക് തരാം. അത് അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം. അതിൽ ഇതേ പാനലിസ്റ്റുകൾ വന്നിരിക്കണം. അപ്പൊ പേര് ഓരോന്നായിട്ട് ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ച പോലെ ആയിരിക്കില്ല, ഓരോ പേരായിട്ട്. അപർണയ്ക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞ ഉടൻ ഞാൻ തരാം, നാളെ തന്നെ നമുക്ക് ചെയ്യാമെന്നേ. ഇത് തന്നെയാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പേര് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെയാണ്. ആരാണ് പറയുന്നത് നോക്കുക, ആരുടെ പേരാണ് പറയുന്നത് നോക്കുക. ഇനിയും ഇതിനൊരു അന്വേഷണം ഉണ്ടാവട്ടെ, കാരണം ഇതിന് പുറകിൽ ആളുണ്ട്. ആ പേരുകളാണ് പറയുന്നത്, ആ പേരുകളുടെ പേരിൽ ഇനിയും അന്വേഷണം ഉണ്ടാവട്ടെ. ഞാൻ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല ശ്രീത് പെരുമന പറയുന്നത്, കാരണം ഇത്രയും വലിയ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നു, അല്ല ഞാൻ അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ വരുമായിരുന്നില്ലേ? ഞങ്ങളത് കോടതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിളിപ്പലക്കാൻ നിന്നിട്ടില്ല. വായ മൂടി കെട്ടി തുന്നിക്കെട്ടി എത്ര വർഷം? 7.5 വർഷം ദിലീപിന്റെ വായ തുന്നിക്കെട്ടി ഇല്ലേ? തുന്നിക്കെട്ടിയിലെ എന്തെങ്കിലും പറയാനുള്ള സാധനം പിന്നെ ബെയിൽ ഓർഡറിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവർ തുന്നിക്കെട്ടി എല്ലാവരും കൂടെ. ഞാൻ ഒരു ചോദ്യം നമ്മൾ ഈ പറഞ്ഞ 7 വർഷത്തിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ ആവർത്തിക്കുന്നു, ഒരു ദിലീപല്ല, അതിനപ്പുറമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള പലരുമുണ്ട്. അങ്ങനത്തെ ഒരു കോക്കസുകൾ ഉണ്ട് മലയാള സിനിമയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഇത്ര കാലം വന്നില്ല എന്നുള്ളൊരു വിഷയം തരാമെന്ന് പറഞ്ഞു. ശ്രീജിത്ത് പെരുമന ഇന്ന് വേണമെങ്കിൽ ഇന്ന് രാത്രി അപർണയ്ക്ക് തരാം. അപ്പൊ ഇനി ഈ ചാനലിന്റെ ഒരു വിശ്വാസതയുണ്ട്, നിങ്ങളത് വെളിയിൽ കൊണ്ടുവരണം, ആരെയും ഭയക്കരുത്. കാരണം പരസ്യമായിട്ടൊരു വേദിയിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തൊരു സാക്ഷിയാണ്, ലൈവാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രി നന്നാവട്ടെ അതിൽ കൂടെ നിങ്ങൾക്ക് ആരെ കൊണ്ടും പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ചാനലിന്. ഇതിപ്പോ പബ്ലിക് കേട്ടതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യേണ്ടി വരണം. കാരണം പുള്ളിയുടെ അഡ്വക്കേറ്റ് ആണ്, പുള്ളി പറഞ്ഞിരിക്കുകയാണ് വൈകി. നോക്കൂ, അതാണ് ഞാൻ നോക്കൂ, വൈകി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വൈകി എന്ന് പറയുന്നത് വൈകി കഴിഞ്ഞു. നമ്മൾ ചത്തക്കുഞ്ഞിന്റെ ജാതകം നോക്കണ്ട. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലുള്ള പ്രമുഖരല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ആരെന്ന് പുള്ളി പരസ്യമായിട്ട് തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ
അത് പുറത്തു കൊണ്ടുവരണം. കാരണം അല്ല, അങ്ങനെ ഒരു തെളിവാണ് ശ്രീജിത്ത് പെരുമന തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ന്യൂസ് എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ശ്രീജിത്ത്. ആ തരത്തിലുള്ള ഒരു തെളിവാണ് നിങ്ങൾ തരുന്നതെങ്കിൽ അതൊരു ചാനലിന്റെ വിശ്വാസ്യതയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു തെളിവുകളാണ് തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോഴും എന്തുകൊണ്ട് അത് ഇത്ര കാലം പുറത്തു വന്നില്ല? അല്ല, പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഒരു മിനിറ്റ്. ശ്രീജിത്ത് അദ്ദേഹം നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ചാനലിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ചാനലിനെ ഒരിക്കലും ബാധിക്കില്ല. വ്യക്തികളുടെ പേര് പറയുമ്പോൾ ചാനലിനെ ബാധിക്കില്ല, കാരണം തന്നിരിക്കുന്ന ഒരു വക്കീലാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വരട്ടെ. ഞാൻ പറഞ്ഞു എല്ലാം നല്ലതിന് വരട്ടെ എന്നായി. ഇത് കൊടുക്കുമ്പോ ഈ പ്രമുഖൻ ആ പ്രമുഖൻ എന്നൊന്നും പറയരുത്, കാരണം ഞാൻ പേരടക്കമാണ് കൊടുക്കുന്നത്. അല്ല, പ്രമുഖൻ എന്നുള്ള എടുത്ത് കളയാം നമുക്ക്. പ്രമുഖൻ വേണ്ട. അല്ലല്ല, ഇവര് എന്നുള്ളത് ഞാൻ ന്യൂസ് 18 അല്ല പറയുന്നത്, അപർണയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ മാധ്യമം അവരെന്താണ് വിഷയമല്ല. അതെ, കേക്കാം. കട്ടായി പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കൊടുക്കുമ്പോ അവര് പ്രമുഖൻ എന്നൊക്കെ പറയും. ഞാൻ അപർണയ്ക്ക് അയച്ചു കൊടുത്താലും അപർണയുടെ പിന്നെ എഡിറ്റർമാർ അല്ലെങ്കിൽ അവര് ചിലപ്പം ഒരു പ്രമുഖനെതിരെ പെരുമന ഉന്നയിച്ചു. ധൈര്യമായിട്ട് പറയുന്നത് എനിക്കെതിരെയല്ലേ ഡിഫമേഷൻ വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തെളിവ് വരട്ടെ ശ്രീജിത്ത്. ആ വെല്ലുവിളി എന്തായാലും ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ക്രെഡിബിലിറ്റി സ്വാഭാവികമായിട്ടും ചാനലാണല്ലോ പരിശോധിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വിനുസാർ, ഒരു മിനിറ്റ്. അത് അപർണ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് ക്രൈം ബ്രാഞ്ചിന് കൊടുക്കട്ടെ, അത് പിന്നെന്താണ് ഈ പറയുന്ന SIT അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഇത് ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ എന്നെയും പ്രതികരിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യട്ടെ. ഓക്കെ, റൈറ്റ്. ഏതായാലും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ആ തരത്തിലാണ് പുറത്തുവിടാൻ ഇനിയും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അത് ഏത് തരത്തിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികളെ തടസ്സപ്പെടുത്തുന്നതിൽ ആ അജ്ഞാത തെളിവും അജ്ഞാത ശക്തികളും ആരാണ് എന്നുകൂടി വ്യക്തമാകുമെങ്കിൽ ആകട്ടെ എന്നുകൂടിയാണ് പറയാനുള്ളത്. യെസ്, സമയ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും ഇടപെടുന്നത്. പ്രേക്ഷകരോട് നമ്മൾ